രാത്രി ഉറക്കുന്ന ആ സമയമാകുമ്പോൾ കൊല്ലയിലെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് കാതലൻ സിനിമയില്. അപ്പൊ അതില് കൊല്ലയില തെന്നൈ വൈത്ത് കുറുത്തോല പെട്ടി സെഞ്ച് சீனி போட்டு நீ திங்க செல்லமாய் பிறந்தவளோ மரக்கிளையில் தொட்டில் கட்ட மாமன் அவன் மெட்டு கட்ட மரக்கிளையில் தொட்டில் கட்ட மாமன் அவன் மெட்டு கட்ட அரண்மனைய விட்டு வந்த அல்லீராணி கண்ணுறங்கு குருத்தோல பெட்டி செஞ்சு சீனி போட்டு நீ திங்க. ഇതാണല്ലേ ഫേവറേറ്റ് പാട്ട്, ക്രിസ് പാടുന്ന ഇഷ്ടമുള്ള പാട്ടല്ലേ? അതെ, അതില് ആ ചില പോർഷൻ അത് കുഞ്ഞുമൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ ചില പാട്ടുകളുടെ ചില നോട്ട്സ് അല്ലെങ്കിൽ ചില വേരിയേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ആ കോമ്പസിഷൻ തന്നെ അങ്ങനെ ആയിരിക്കും, നമ്മുടെ മനസ്സിന്റെ വളരെ അടുത്തായിരിക്കും. അപ്പോൾ ദാറ്റ് ബ്രിങ്സ് us or takes us back to memories. നമ്മൾ ഓർമ്മയിലേക്കൊക്കെ തിരിച്ചു പോകും. അത്രയ്ക്കൊരു അതിനൊരു നൊസ്റ്റാൾജിക് പവർ ഉണ്ട്. അതെ അതെ, മ്യൂസിക്കിന് ശരിക്കും. ഞാൻ നമ്മളിങ്ങനെ ക്രിസ് വന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോൾ റൂം ഫുൾ ബാസാട്ടോ, അങ്ങനെ ബാസ് ഇങ്ങനെ മുഴങ്ങാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം സംസാരിച്ച സമയത്ത് ഇതാണോ നോട്ടീസ് ചെയ്തത്? എന്താണ് നോട്ടീസ് ചെയ്തത് ക്രിസിന്റെ? ഏട്ടന്റെ സംസാര ശൈലി തന്നെ വ്യത്യാസമല്ലേ, ഇങ്ങനെയല്ലേ ഒരു നമ്മള് സാധാരണ ആൾക്കാരൊന്നും സംസാരിക്കുന്ന ആ ഒരു രീതിയേ അല്ല ഏട്ടൻ സംസാരിക്കുമ്പോൾ. അതെവിടെയോ ഒരു എന്താണ് പറയാ, അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ, ഫസ്റ്റ് വന്നപ്പോ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. ഞാന് അതല്ലേ ഏട്ടൻ പാട്ട് പാടുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു വൈബ്രേഷൻ അറിയാൻ വേണ്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും, കുഞ്ഞുമോളെ ഇവിടെ ചെവി വെക്ക് എന്ന് പറയും. ഇങ്ങനെ വേണ്ട കേൾക്കുമ്പോ അതിപ്പോ എന്നല്ലേ ബാസ് അറിയാന്നൊക്കെ ഫീലാ. അല്ല, നെഞ്ചില് നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരാളെ നെഞ്ചില് നമ്മൾ ചെവി വെച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൂഫറും സബ് വൂഫറും ഒന്നും ആവശ്യമില്ല, നമ്മുടെ ബോഡി തന്നെ ഒരു സ്പീക്കറാണ്. അപ്പൊ ആ ഒരു ഫീൽ, ആ വൈബ്രേഷൻ, അത് കുഞ്ഞുമോക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞുമോള് പറയുന്ന ഈ ഡിഫറൻസ് ഇൻ ദ വേ ഓഫ് സ്പീക്കിംഗ്, എവിടെയോ ഒരു തമിഴ് കൾച്ചർ എൻ്റെ സ്പീക്കിങ്ങിലും ഉണ്ടാവണം. അപ്പോൾ എന്തെങ്കിലും വന്ന് എൻ്റെ അടുത്ത് അന്ന് ഏപ്രിൽ 18, 19, 20 ആ ദിവസങ്ങളിൽ എന്തോ വന്ന് ചോദിച്ചപ്പോൾ എന്തുമാ എന്ന് ചോദിച്ചതാണ്. പുള്ളിക്കാരിക്ക് അത് ഇപ്പോഴും തലയിൽ തന്നെ അത് കിടക്കുന്നുണ്ട്. കാരണം നമ്മളോട് ആരും ഇങ്ങനെ അല്ല. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയപ്പോ ഏട്ടാ എന്നിങ്ങനെ വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് എന്തുമാ ആ ഒരു എന്നെ അങ്ങനെ ഒന്നും ആരും വിളിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എന്തോ എവിടെയോ ഒരു കെയർ ചെയ്യാൻ ഒരാൾ, അങ്ങനെ എന്തോ ഒരു ഇത് ബിഫോർ മാരേജ് നിങ്ങൾ കാണുന്ന സമയത്തുണ്ടായിരുന്നു അല്ലേ? ബിഫോർ മാരേജ് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കണ്ടിരുന്ന സമയത്തല്ലേ? ആ സമയത്ത് വിളിച്ച കാര്യമല്ലേ പറയുന്നത്?